ശതീഷ് വരയ്ക്കുമായിരുന്നോ? വരയ്ക്കും. ആ അങ്ങനെ ഒരു സൈഡ് എനിക്കറിയില്ലായിരുന്നു. ഞാനൊക്കെ വരയ്ക്കുമായിരുന്നു. ഐ മീൻ പല പല ടാലൻ്റൊക്കെ ഉണ്ട്. എന്തൊക്കെയാ പിന്നെ ഹിഡൻ ടാലന്റ്? എന്തൊക്കെയാണ്, ഞാൻ 4 കൊല്ലം കർണാട്ടിക് മ്യൂസിക് പഠിച്ചതാണ്. അത് കുറച്ച് പിന്നെ അത് വിട്ടു. പിന്നെ ഡാൻസ് ആയിരുന്നു കൂടുതലും. പിന്നെ ഉള്ളത് ഈ വരയ്ക്കലൊക്കെ പ്രൊഫഷണലായിട്ട് ഒന്നും പഠിച്ചതല്ല. പിന്നെ കുറച്ച് സിത്താർ പഠിച്ചു. അതാ പറഞ്ഞ എല്ലാം ഉണ്ടെന്ന്, എല്ലാം തൊട്ട് തൊട്ട് വെച്ചിട്ടേ ഉള്ളൂ, ഒന്നും ഫുള്ളാക്കിയില്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കീബോർഡ് കുറച്ച് ചെയ്യും, മോൻ നന്നായിട്ട് വായിക്കും, ഗിറ്റാർ വായിക്കും. അപ്പോൾ എനിക്ക് ഗിറ്റാർ പറ്റൂല, പക്ഷെ കീബോർഡ് പഠിക്കണം എന്നുണ്ട്. കീബോർഡും ഇതും സിത്താർ. കുക്കിംഗ് എങ്ങനെയായിരുന്നു? കുക്കിംഗ് നന്നായിട്ട് ചെയ്യും, വലിയ കുഴപ്പമില്ല. വെജിറ്റേറിയൻ ആണ് ഞാൻ, നോൺ വെജ് ഒന്നും ചെയ്യില്ല. എഗ്ഗിറ്റേറിയൻ. എഗ്ഗ് പിന്നെ വെജ് ആണല്ലോ. അപ്പൊ ഇപ്പൊ എഗ്ഗിറ്റേറിയൻ എന്ന് പറയണല്ലോ, വെജിറ്റേറിയൻ പറയാൻ പാടില്ലല്ലോ. അത്രേ ഉള്ളൂ, വേറെ ഒന്നും. അപ്പൊ അതൊക്കെ ചെയ്യും. എഗ്ഗ് നോൺ വെജ് ആണെന്ന് പറയുന്നവരോട് എന്താ പറയാ? ഞാൻ പറയും അത് നോൺ വെജ് ആണെങ്കിൽ ഏറ്റു, പക്ഷെ ബാക്കി നോൺ വെജിറ്റേറിയൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം ഗൾഫിലൊക്കെ ഞാൻ ഒരിക്കൽ പണ്ട് പോയപ്പോൾ ഫ്ലൈറ്റില് ഞാൻ പറഞ്ഞു ഐ എം എ വെജിറ്റേറിയൻ. യെസ് മാം, ദിസ് ഇസ് വെജിറ്റേറിയൻ. എന്താ നോക്കിയപ്പോൾ ട്യൂണ ഫിഷ് എന്ന്. അവർക്ക് ഫിഷ് വെജിറ്റേറിയൻ. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ ഫിഷും കഴിക്കാറില്ല. അതുപോലെയാണ് ഇപ്പോൾ ബംഗാളീസ് അവരൊക്കെ നോക്കുമ്പോൾ അവർക്ക് സ്റ്റേപ്പിൾ ഡയറ്റ്, ബ്രാഹ്മിൻസ് ആണെങ്കിൽ പോലും റൈസ് ആൻഡ് ഫിഷ് അല്ലേ. അപ്പം നമുക്കതല്ല. ഞാൻ പിന്നെ കൊച്ചിലെ അങ്ങനെ യൂസ്ഡ് ആയിപ്പോയി. അതുകൊണ്ട് എനിക്ക് ബ്രാഹ്മിൻസ് ആയതുകൊണ്ട് ഇപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ എൻ്റെ അമ്മയും അച്ഛനൊക്കെ അവര് വെളുത്തുള്ളി അതുപോലും കഴിക്കില്ല. അപ്പോൾ ഞാനൊക്കെ പക്ഷെ അങ്ങനെ ട്രാവലിംഗ് ഒക്കെ വന്നപ്പോൾ ഞങ്ങളൊക്കെ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഏറ്റവും ഈസി ആയിട്ട് പെട്ടെന്ന് ശാന്തികൃഷ്ണ മാം ഉണ്ടാക്കുന്ന ഡിഷ് എന്താ? എനിക്ക് ബേസിക്കലി ഇപ്പോൾ മില്ലറ്റ്സിനോടൊക്കെ വലിയ ഇഷ്ടമാണ്. ഉപ്പുമാവ്, എനിക്ക് ഈ അവലുപ്പുമാവൊക്കെ ഭയങ്കര ഇഷ്ടം. പോഹ എങ്ങനെ ഉണ്ടാക്കും? ഇത് പോഹ എന്ന് വെച്ചാൽ എന്തുവാ? പഞ്ചാബികളുടെ ഉപ്പുമാവ് പോലത്തെ. പഞ്ചാബി അല്ല, മഹാരാഷ്ട്രൻ. ഉപ്പുമാവ് പോലത്തെ ഒരു സാധനം. അവല് നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള അവലെടുത്തിട്ട് അത് കുറച്ച് നനച്ച് കുതിർത്ത് വെക്കുക. എന്നാ കുതിർത്ത് വെക്കല്ല, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് നമ്മളത് കൊലാൻഡറിൽ ഇട്ടിട്ട് വെക്കുക. അത് ആ സമയം അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത് കുറച്ച് നേരം സോക്ക് ചെയ്യാൻ വെച്ചിട്ട് പിന്നെ ബാക്കി നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ, പക്ഷേ ഇതിനെ സെപ്പറേറ്റ് പിന്നെ വീണ്ടും വെള്ളം ഒഴിക്കില്ല. നമ്മളിപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിൽ ഈ കടുകും ജീരകമാണ് അവർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. മഹാരാഷ്ട്രൻസ് കടുകല്ല യൂസ് ചെയ്യുക. അപ്പോൾ ജീരകം പിന്നെ പച്ചമുളകും അതൊക്കെ ഇട്ടിട്ട് പിന്നെ കടലയില്ലേ മറ്റേ പീനട്സും കുറേ അതിലിടും. എന്നിട്ട് അതുകൊണ്ട് നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് വറുത്ത് കഴിഞ്ഞാൽ ഈ അവലെടുത്തിട്ട് അതിലിടുക. എന്നിട്ട് നന്നായിട്ട് ഇത് കുറച്ച് തേങ്ങയും ഇടും, മല്ലിയിലൊക്കെ ഇടും. എന്നിട്ട് അത് കുറച്ചൊന്ന് അടച്ചു വെച്ചിട്ട് അത്രേ ഉള്ളൂ. ദാറ്റ് ഇസ് പോഹ. ചില പേര് കുറച്ച് പഞ്ചസാര ഇടും. അതാണോ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുക? അത് എനിക്ക് ഇഷ്ടമാണ്. ബ്രെഡ് കഴിക്കും. ബ്രെഡിൽ പനീർ ബുർജി പോലെ ആക്കിയിട്ട് കഴിക്കും. പനീർ ബുർജി പോലെ, എഗ് ബുർജി പോലെ പനീർ ഇട്ടിട്ട് അത് കുറെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് മിക്സ് ചെയ്ത് അതിൽ കുറെ മസാല ഒക്കെ ഇട്ടിട്ട് ബ്രെഡിൻ്റെ അകത്ത് വെച്ചിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാം. ഹമ്മസ് അങ്ങനത്തെ സാധനങ്ങൾ, ഇഡ്ഡലി ദോശ അങ്ങനത്തെ ഒന്നും വേണം എന്ന് നിർബന്ധമൊന്നുമില്ല. രാവിലെ എനിക്ക് ഏത് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് കഴിയും. സിനിമയിലെ ഫേവറേറ്റ് പെർഫോമർ ആരാ? എനിക്ക് ഞാൻ പണ്ടും ഇന്നും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് അമിതാഭ് ബച്ചനും കമലഹാസനുമാണ് എൻ്റെ ഫേവറേറ്റ്സ്. എന്തേ? ഒന്നുമില്ല, ഞാൻ മോഹൻലാൽ മമ്മൂട്ടി കൂടെ പറഞ്ഞേക്കാം. എനിക്ക് ഇഷ്ടമല്ലായല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. എന്താ എപ്പോഴും അമിതാഭ് ബച്ചനിൽ ഇത്രയും ഫാസിനേറ്റ്? എന്താണെന്നറിയില്ല, റൈറ്റ് ഫ്രം ബിഗിനിങ്. മേ ബി ഞങ്ങൾ ബോംബെയിലൊക്കെ ജനിച്ച് വളർന്നതുകൊണ്ട് അവിടുത്തെ പടങ്ങൾ കാണുന്നത് പണ്ട് മുതൽ അമിതാഭിൻ്റെയാണ് കൂടുതലും. പണ്ടത്തെ ആക്ടേഴ്സിലോ വിനോദ് ഖന്ന, അമിതാഭ് ബച്ചൻ, ധർമ്മേന്ദ്ര എന്നൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ ആണല്ലോ കാണുന്ന സ്ക്രീനിലൊക്കെ കാണുമ്പോൾ, വലിയ സ്ക്രീനിലൊക്കെ കാണുമ്പോൾ ഉള്ള അമേസ്മെന്റ്. അപ്പോൾ പണ്ട് മുതലേ പിന്നെ ഞാൻ അമിതാഭ് ബച്ചൻ എന്ന് പറഞ്ഞ ആ മഹാ നടനെ കാണുന്നത് അമ്മ അസോസിയേഷന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് പുള്ളി വന്നപ്പോഴാണ് എറണാകുളത്ത് വെച്ച്. അപ്പോൾ ഒക്കെ ഞങ്ങൾ ഇങ്ങനെയാണ്, ഞാൻ, ശോഭന, പ്രിയൻ, നമ്മുടെ പ്രിയദർശനില്ലേ, പ്രിയനാണ് ഇവിടുത്തെ നമ്മുടെ അവന്യൂ റിജന്റ് ഹോട്ടലിലാണ് പുള്ളി താമസിച്ചുകൊണ്ടിരുന്നത്. സോ താഴെ എല്ലാവരുടെയും കൂടെ ഫോട്ടോ എടുക്കാനും ഫംഗ്ഷന് പോകുന്നതിന് മുമ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ട് അമിതാഭിനെ വിളിച്ചുകൊണ്ട് വരാൻ വരുന്നോ ചോദിച്ചു പ്രിയനൊക്കെ ഞങ്ങൾ നേരത്തെ ഫ്രണ്ട്സാണ്, ബിഫോർ ഹി വാസ് എ ഡയറക്ടർ. അപ്പോൾ പ്രിയന് സുരേഷ് കുമാർ, ഞാൻ, ശോഭന, പിന്നെ ആരായിരുന്നു, അങ്ങനെ ഒരാളും കൂടി, ആരാന്ന് എനിക്ക് ഓർമ്മയില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ലിഫ്റ്റിൽ പോയിട്ട് പിന്നെ തിരിച്ച് വരുമ്പോൾ അമിതാഭിനെയും കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഞങ്ങളിങ്ങനെ അടുത്ത് നിൽക്കുക അമിതാഭിൻ്റെ കൂടെ. പുള്ളി ഇങ്ങനെ, അപ്പോൾ ഞാനിങ്ങനെ
എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനും അമിതാഭ്, ബാക്കിയുള്ളവരൊക്കെ ഞാൻ ഒന്ന് ക്രോപ്പൊക്കെ ചെയ്തിട്ടൊക്കെ. പക്ഷെ അതിന് നടുക്ക് ഒരാളുണ്ട്. അത് എനിക്ക് കട്ട് ചെയ്യാൻ പറ്റിയില്ല, കാരണം നടുക്ക് മുഖമായിപ്പോയി. അതാരാന്ന് എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് എനിക്കും അമിതാഭിൻ്റെ ആ ഒരു എനിക്ക് പക്ഷെ അഭിനയിക്കാൻ ചാൻസ് കിട്ടിയിട്ടില്ല അമിതാഭിൻ്റെ കൂടെ. സമയം കെടുക്കുകയല്ലേ. അമിതാഭിനെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ പറഞ്ഞേക്കണം, ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ടെന്ന്. രേവതിയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. വെരി ജെലസ് ഓഫ് ഹർ. കമൽ സാറായിട്ടുള്ള ഇന്ററാക്ഷൻസ് എങ്ങനെയായിരുന്നു ഇപ്പോ? കമൽ സാറിനെ ഞാൻ പിന്നെ എവിടെ കാണാനുള്ള ഓപ്പർച്യൂണിറ്റിയൊക്കെ, ഞാൻ കമൽഹാസൻ വാണി ഗണപതിയുടെ കല്യാണ റിസപ്ഷന് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ പോയി കൈയൊക്കെ ഷെയ്ക്കാണ്ടൊക്കെ ചെയ്ത് ആ കൈ കഴുകാതൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. ദാറ്റ് ഈസ് വാണി വാസ് മൈ ഫ്രണ്ട്. എന്നിട്ട് ഞങ്ങൾ ഡാൻസ് ക്ലാസ്സിൽ സീനിയർ ആയിരുന്നു. അപ്പോൾ അങ്ങനെ വാണിയുടെ റിസപ്ഷന് എന്നെ വിളിച്ചിരുന്നു, അവിടെ ബോംബെയിലെ താജ് ഹോട്ടലിൽ. സോ അവിടെ പോയിട്ട് ആണ് ഫസ്റ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് എന്താ പേര് എന്നൊക്കെ ചോദിച്ചു, ശാന്തി. അപ്പോൾ വാണി ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, നല്ലൊരു ഡാൻസറാണ്. ഓ അപ്പടിയാ, നല്ലത്, ഓക്കെ. അപ്പം എനിക്കങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. അതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് വിത്ത് കമൽ സർ. പിന്നെ അഭിനയിക്കാൻ ചാൻസ് വന്നു. പിന്നെ വീണ്ടും കോക്കിള എന്ന പടത്തിൻ്റെ സെറ്റിൽ പോയായിരുന്നു. അപ്പോൾ ശ്രീദേവിയും കാണാൻ പറ്റി. ദാറ്റ് ഷീസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടേഴ്സ്. ഓക്കെ ഓക്കെ. കൂടെയുള്ള പെർഫോമേഴ്സിൽ ഏറ്റവും അധികം ഇഷ്ടമുണ്ടായിരുന്ന ആരെയായിരുന്നു നിങ്ങളുടെ കണ്ടംപററിയിൽ? ഒരു ഫീമെയിൽ പെർഫോമർ എന്നുള്ള രീതിയിൽ ആരായിരുന്നു ഏറ്റവും ഇഷ്ടം? വിദ്യ ചേച്ചി, ശ്രീവിദ്യ ചേച്ചി. ശ്രീവിദ്യ ചേച്ചിയുടെ പെർഫോമൻസൊക്കെ നമ്മൾ നേരിട്ട് കാണണം. നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ഒരു പെർഫോമൻസിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്കുണ്ടാവുന്നത്. ഹെർ ഐസ് സ്പോക്ക് എന്ന് പറയില്ലേ, വിദ്യ ചേച്ചിയുടെ അതുപോലത്തെ ഫീച്ചേഴ്സും അതുപോലത്തെ ഒരു കണ്ണും ഞാൻ വേറെയും കണ്ടിട്ടില്ല. ഞാൻ ആദ്യം വിദ്യ ചേച്ചിയെ കാണുന്നത് ചേച്ചിയുടെ പെർഫോമൻസ്, ഡാൻസ് പെർഫോമൻസിനാണ്. ഞാൻ കൊച്ചിലെ ബോംബെയിൽ ഷൺമുഖാനന്ദ ഹാളിൽ വെച്ച് ചേച്ചിയുടെ പെർഫോമൻസ് ഡാൻസ്, കൃഷ്ണാനി ബേഗനെ ബാറോ കളിച്ച് ഒരുപാട് മിസ് ചെയ്യുന്ന ഒരു ആക്ടറാണ് അവർ. എന്തൊരു അമേസിംഗ് പെർഫോമറും കൂടിയല്ലേ. ഇരകളിലൊക്കെ അവർ ചെയ്തിട്ടുള്ളത്, അവരുടെ പെർഫോമൻസ് ഒന്നും ആർക്കും ബീറ്റ് ചെയ്യാൻ പറ്റൂല. അതാണ് എനിക്ക് തോന്നുന്നത്. സവിധമില് എനിക്ക് സെക്കൻഡ് ബെസ്റ്റ് ആക്ട്രസിനായിരുന്നു. എനിക്ക് വിഷമം എന്തുകൊണ്ട് തോന്നിയില്ല, ബെസ്റ്റ് ആക്ട്രസ് വിദ്യ ചേച്ചി ആയിരുന്നു അന്ന്. അപ്പൊ എന്റെ ഫേവറേറ്റ് ആക്ടർ. അപ്പൊ ഞാൻ പറഞ്ഞു ചേച്ചിക്ക് ശേഷം എന്നെ അല്ലേ അവർ ചിന്തിച്ച്. അങ്ങനെയാണ് ഞാൻ എൻ്റെ മൈൻഡിൽ പോയത്. സോ ഐ വാസ് വെരി വെരി ഹാപ്പി അന്ന് കിട്ടിയത് അവാർഡ്. പറഞ്ഞല്ലോ ഞാൻ ഭയങ്കര ഫാനാണ്. ചേച്ചിക്ക് അറിയാം, ചേച്ചിക്ക് എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞങ്ങൾ താരാട്ടിലൊക്കെ ഒരുമിച്ച് അഭിനയിച്ചതല്ലേ, അതിലൊക്കെ ചേച്ചിയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്തായാലും ഈ കണ്ണാടി നോക്കിയിട്ട് ശാന്തി യു ആർ ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലേ, ആ കോൺഫിഡൻസിൽ എപ്പോഴും ഇങ്ങനെ ചിരിച്ചു നിൽക്കട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി. എനിക്ക് ഭയങ്കരമായിട്ട് ഹാപ്പിയായി, ഇഷ്ടമായി. താങ്ക് യു.